Hi guys, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഐബ്രോ ട്യൂട്ടോറിയൽ ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഐടെക്സിന്റെ ഡാസ്ലർ ഐലൈനർ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഐബ്രോസ് ചെയ്യുന്നത്. നമുക്ക് ഐബ്രോ പെൻസിൽ അവൈലബിൾ അല്ലാത്ത സമയത്തൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ഐടെക്സിന്റെ ഐലൈനർ വെച്ചിട്ട് നമുക്ക് ഐബ്രോസ് ചെയ്താം. അപ്പോൾ ആ വീഡിയോ എങ്ങനെയാന്ന് നോക്കാം. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് ആദ്യമേ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ നമ്മൾ ഐടെക്സിന്റെ ഐലൈനർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതില് ആദ്യമേ ചെയ്യേണ്ടത് ഒരു കോട്ടൺ എടുത്തിട്ട് നമ്മൾ ഐലൈനേഴ്സ് എല്ലാം ഈ ഒരു കോട്ടണിലേക്ക് നമ്മൾ എടുക്കുകയാണ്. അതായത് ഇതിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് മാത്രം നമുക്ക് ഈ ഒരു ഐലൈനറിന്റെ ബ്രഷിൽ മതി. കാരണം ഭയങ്കര ഡാർക്ക് ബ്ലാക്ക് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫിനിഷിങ് കിട്ടത്തില്ല. നമുക്കറിയാലോ, നോർമലി നമ്മൾ ഐബ്രോസിന് യൂസ് ചെയ്യുന്നത് ബ്രൗൺ ഷെയ്ഡ്സ് ആണ്. അപ്പൊ ഇത് ഭയങ്കര ബ്ലാക്ക് ആയി കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ കോട്ടണിലേക്ക് ഇങ്ങനെ ഈ ഒരു ബ്രഷിൽ നിന്ന് മാറ്റാം. ഏകദേശം കണ്ടോ, ഏകദേശം ആയിട്ടുണ്ട്. ആദ്യമേ തന്നെ നമ്മൾ പുരികത്തിന്റെ ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. അതിനുശേഷമാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അപ്പൊ ഔട്ട്ലൈൻ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ എന്ത് ഷേപ്പിലാണ് നമ്മളുടെ പുരികം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പിലാണ് നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മൾ പുരികം വരക്കുമ്പോഴത്തേനും നമ്മളുടെ സ്റ്റാർട്ടിങ് പോർഷനിലേക്ക് അധികം കട്ടിയാക്കി വരക്കരുത്. നമുക്ക് അവിടെ അറിയാമല്ലോ, നമുക്ക് ഭയങ്കര തിന്നായിരിക്കും നമ്മുടെ പുരികം സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഷേപ്പിൽ നമ്മൾ പുരികം വരയ്ക്കുക. ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് അതൊന്ന് ഫില്ല് ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ എടുത്ത പോലെ തന്നെയാണ് നമ്മൾ ഭയങ്കര തിന്നായിട്ട് തന്നെ ആ ഒരു ഐലൈനർ വെച്ചിട്ട് തന്നെയാണ് എഴുതുന്നത്. അല്ലെങ്കിൽ മറ്റേ കഥകളി ഒരു ലുക്കായി പോകും. അപ്പൊ നമുക്ക് തിന്നായിട്ട് തന്നെ അത് ഫില്ല് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാ ഗേളിന്റെ ഒരു കൺസീലർ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ് കാണിച്ചായിരുന്നല്ലേ. അപ്പൊ നമുക്ക് നേരെ ഹൈലൈറ്റ് ചെയ്യാം.
നമ്മൾ ആദ്യം ഔട്ട്ലൈൻ കൊടുത്ത പോലെ തന്നെയാണ് ഈ ഒരു കൺസീലർ വെച്ച് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പക്ഷെ എന്നാലും ആ ഒരു വൈറ്റിഷും നമുക്ക് അവിടെ ഉണ്ടാവണം, എന്നാലേ ഒരു നല്ലൊരു ഫീലിംഗ് കിട്ടുള്ളൂ. പിന്നെ ഇപ്പം ഞാൻ ക്വാറന്റൈൻ ആയതുകൊണ്ട് ത്രെഡൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ത്രെഡ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഫിനിഷിങ് കിട്ടും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ഐബ്രോസ് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ചെറിയ പ്രൊഡക്റ്റ് വെച്ചിട്ട് വളരെ നന്നായിട്ട് നമുക്ക് ഐബ്രോസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമുക്ക് കൺസീലർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ വെച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഫൗണ്ടേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്കത് പ്രൊഡക്റ്റ് ഇല്ലെങ്കിലും പ്രശ്നമില്ല. ആ ഒരു ഐടെക്സ് വെച്ചിട്ട് തന്നെ എഴുതി കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ഫീല് തന്നെയാണ്. അങ്ങനെ ഹൈലൈറ്റ് ചെയ്താൽ കുറച്ചും കൂടെ ഒരു ഭംഗി ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. എന്നാലും മറ്റേതാണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നും. എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.